പ്രിയപ്പെട്ടവരെ, 2026 വർഷം ജനുവരി മാസം 1-ാം തീയതി തൊട്ട് ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ചതയം നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എപ്രകാരമായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു നിർത്താനുമുള്ള പരിഹാര കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. 2026 വർഷത്തെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കാണാനും നിങ്ങളുടെ പ്ലാനുകൾ തയ്യാറാക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം സഹായകരമാകും. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക. അങ്ങനെ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. 2026 വർഷം ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമായിരിക്കും എന്ന് പറയാം. കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ ഈ ഒരു കാലയളവ് നിങ്ങളെ സഹായിക്കുന്നതാണ്. വേണ്ടപ്പെട്ടവരുമായിട്ട് കൂടുതൽ അടുപ്പം പുലർത്താൻ കഴിയുന്നതാണ്. ധനപരമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ്. മാത്രമല്ല, പുതിയ വീട്, വാഹനം മുതലായവ സ്വന്തമാക്കാനുള്ള ഒരു യോഗം കാണിക്കുന്ന സ്ഥാനമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ്. തൊഴിൽപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തൊഴിലിൽ നമ്മുടെ തന്നെ ചില പിടിപ്പുകേടുകൾ കൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കാലയളവായിരിക്കും. അതുകൊണ്ട് തന്നെ മേലധികാരിയുടെ വാക്കുകളെ സശ്രദ്ധം കേൾക്കുകയും ഉത്തരവാദിത്വപ്പെട്ട ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കുകയും വേണം. സർക്കാർ തലത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വർഷത്തിന്റെ ആദ്യ കാലയളവിൽ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും ശേഷം ശരിയായി വരുന്നതും പ്രധാനപ്പെട്ട ലിസ്റ്റുകളിൽ ചെന്നുപെടാനും സാധ്യതയുണ്ട്. പട്ടാളം, പോലീസ് മുതലായ വിഭാഗങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കും അതിന് ഗുണപരമായിട്ടുള്ള ഒരു അവസരം തെളിഞ്ഞു വരുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ഭാവി ശോഭനമാക്കാനുള്ള അവസരം ഒത്തുവരുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വർഷത്തിന്റെ മധ്യഭാഗത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി വരാം എന്ന് കാണിക്കുന്നുണ്ട്. എടുത്തുചാട്ടം, അഹങ്കാരത്തോടു കൂടിയുള്ള മനോഭാവങ്ങളൊക്കെ പരമാവധി ഇക്കൊല്ലം ഒഴിവാക്കേണ്ടതാണ്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഒതുങ്ങിക്കൂടി നിൽക്കാനുള്ള താല്പര്യമുള്ളവർക്ക് ഈ ഒരു വർഷകാലയളവ് അത്ര ഗുണകരമായിരിക്കില്ല. കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ വളരെ ഉറപ്പില്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് മാറി പുതിയ സ്ഥിരതയുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഉത്തമമായി കാണുന്നത്. ബിസിനസ്സുകാർക്കും കാലം അനുകൂലമാണ്. പുതിയ പദ്ധതികളിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ വിപുലപ്പെടുത്താനും ലാഭം ഉണ്ടാക്കാനും കഴിയുന്നതാണ്. പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടക്കുന്നവർ എടുത്തുചാട്ടം കാണിച്ചേക്കരുത്. അതുപോലെ തന്നെ വ്യവസായങ്ങൾ ആരംഭിക്കുമ്പോഴും കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതും ആവശ്യമാണ്. ധനപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പം ധനം സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ പുതുതായിട്ട് അവലംബിക്കും. പക്ഷെ ചിലവ് കുറച്ചു കൊണ്ടുവരുവാനുള്ള കാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കുന്നത് മൂലം പലപ്പോഴും ധനപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഈ കാലയളവിൽ വന്നുകൂടാ. എന്നാൽ കൃത്യമായ രീതിയിൽ ധനത്തെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് ധനമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലയളവും കൂടിയായിരിക്കും. എന്നാൽ കൃത്യമായിട്ട് ധനത്തെ കൈകാര്യം ചെയ്തു പോകുന്നവർക്ക് ഈ വർഷക്കാലം കടക്കുമ്പോൾ തന്നെ ധനമേന്മ ഉണ്ടായി വരാനുള്ള ചുവടുവയ്പ്പുകൾ ആരംഭിക്കാം. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതാണ്. എന്നാൽ നീക്കിയിരിപ്പ് ധനം വേണ്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഈ ഒരു കാലയളവിൽ ഗുണകരമാവുകയില്ല. ഏതെങ്കിലും ഭാഗ്യത്തെ മുൻനിർത്തിയിട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ധനം വരും എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കും കാലം അത്ര ഗുണകരമല്ല. വസ്തുവകകൾ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രത്തോളം തുക ചിലപ്പോൾ വിൽപ്പനയിലൂടെ നേടാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പുതിയ സംരംഭങ്ങളിലൂടെ നേട്ടം കൊയ്യാൻ കഴിയുന്നതാണ്. വനിതകൾക്ക് സ്വയം തൊഴിൽ മാർഗങ്ങളിലൂടെ മികച്ച ആദായം ഉണ്ടായി വരുന്നതാണ്. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ കാലം കുറച്ചധികം ഗുണപരമാണ്. എങ്കിലും കിഡ്നി രോഗമുള്ളവർ, സ്റ്റോണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം. തേയ്മാനം പോലുള്ള അവസ്ഥകളും കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാലയളവാണ്. മികച്ച ജീവിതശൈലി പിന്തുടരാൻ ഈ വർഷം സഹായിക്കുന്നതാണ്. യോഗ
മറ്റ് ഫിറ്റ്നസ് സെന്ററുകളിലെ വ്യായാമ മുറകളൊക്കെ അഭ്യസിക്കാൻ കഴിയുന്നതാണ്. അമിതമായിട്ടുള്ള ആഹാരശീലമുള്ള നിയന്ത്രിക്കുക. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുവരുത്തുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ നിങ്ങളുടെ ഈ ശീലം തന്നെ കാരണമാകുമെന്ന് കാണുന്നുണ്ട്. സന്ധ്യാസമയത്തുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കണം. ഫുഡ് പോയ്സൺ ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷകാലയളവാണിത്. പഴയ രോഗങ്ങളെ പുതിയ ചികിത്സയിലൂടെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ചർമ്മ സംബന്ധമായ രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. മാനസിക സമ്മർദ്ദമുള്ള കാലയളവായിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ശാന്തി കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കുടുംബപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ കുടുംബജീവിതത്തിൽ നേരിയ അസ്വസ്ഥതകൾ ഉണ്ടായി വരാൻ സാധ്യതയുള്ള കാലയളവാണ്. അമിതമായിട്ടുള്ള അഹങ്കാരഭാവമോ അടിച്ചമർത്തൽ ശീലമോ ഈ ഒരു കാലയളവിൽ നല്ലതല്ല. നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന പലരും നമ്മിൽ നിന്ന് അകന്നു പോകാൻ ഇത് കാരണമാക്കും. പുതിയ പ്രവർത്തനങ്ങളിലൂടെ കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും കൈവരുത്താനുള്ള ശ്രമം നടത്തും. ഉത്തരവാദിത്ത രാഹിത്യം പങ്കാളികൾ കാണിക്കുന്നത് പരസ്പരമുള്ള തർക്കങ്ങൾക്ക് കാരണമാകും. കുട്ടികൾ ചില അരക്ഷിതാവസ്ഥയിൽ വരുന്നത് മാതാപിതാക്കൾക്ക് കാണേണ്ടി വരും. അവരുടെ മാനസിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായി വരേണ്ടതാണ്. കുടുംബത്തിനകത്ത് ചെറിയ ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടായി വരും. പ്രധാനമായിട്ടും വയറിനെ സംബന്ധിച്ചിടത്തുള്ള രോഗങ്ങളാണ് കൂടുതലായി വരുന്നത്. സ്ത്രീകൾക്ക് തലവേദന, അതുപോലെ തന്നെ ചർമ്മരോഗങ്ങളും ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷാവസാനം പുതിയ ശീലങ്ങളിലൂടെ നമ്മുടെ പല പ്രയാസങ്ങളെയും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കൃത്യമായ ചികിത്സാ പദ്ധതിയിലൂടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും കഴിയുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ ഗുണപരമായിട്ടുള്ള കാലയളവാണ്. പുതിയ പ്രവർത്തന മേഖലകളൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. ഉപരിപഠനത്തിനായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. പക്ഷെ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു, ഞാൻ പോകുന്നു എന്നുള്ള മട്ടില് സ്വദേശത്ത് ഗുണം ചെയ്യുന്ന ജാതകർ വിദേശത്തേക്ക് പോകാതിരിക്കുന്നതാണ് ഈ ഒരു കാലയളവ് നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് മാസഫലങ്ങളിലേക്ക് വരാം. ജനുവരി മാസത്തിൽ ഏറ്റെടുക്കലുകളിലൂടെ ലാഭം കൈവരിക്കാൻ കഴിയുന്നതാണ്. ശത്രുക്കളായിരുന്നവർക്ക് ആ പിണക്കമെല്ലാം മാറ്റി മിത്രങ്ങളാകാൻ കഴിയുന്നതാണ്. പൊതുരംഗത്ത് ശോഭിക്കാൻ കഴിയുന്നതാണ്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്. പുതിയ സംരംഭങ്ങളിലേക്ക് ചുവടുവെക്കാൻ സാധിക്കുന്ന മാസകാലയളവും കൂടിയായിരിക്കും ഇത്. ഫെബ്രുവരി മാസത്തിൽ വിവാഹബന്ധത്തിൽ നേരിയ കല്ലുകടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വാക്കുതർക്കങ്ങളെ പരമാവധി ചുരുക്കുക. ചിട്ടി, ലോൺ മുതലായവ ലഭിക്കാൻ സാധ്യതയുണ്ട്. അർശോരോഗങ്ങൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജീവിതശൈലിയിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തണം. പുതിയ മാനേജറുടെ കീഴിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഇത്. മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ സംബന്ധിയായിട്ടുള്ള ആധികൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. കലാകാരന്മാർ, മറ്റ് സാഹിത്യ പ്രവർത്തകർക്കൊക്കെ അനുമോദനങ്ങൾ ലഭ്യമാകുന്നതാണ്. വീടിന്റെ പരിസരം കാട് പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കി ഇടണം. നാഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി വരാം. ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ഒറ്റയ്ക്കുള്ള സഞ്ചാരവും പരമാവധി ഒഴിവാക്കേണ്ടുന്ന കാലയളവാണിത്. പുതിയ സൗഹൃദങ്ങളിൽ നിന്ന് ജീവിതത്തിന് ഗുണപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. ആസൂത്രണം ചെയ്തിട്ടുള്ള പല പദ്ധതികളും നടപ്പിലാക്കാൻ ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ പരമ്പരാഗതമായി കിട്ടുന്ന തൊഴിലോ അല്ലെങ്കിൽ വസ്തുവകകളോ ജീവിതത്തിന് പ്രയോജനപ്രദമാക്കി മാറ്റാൻ കഴിയുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ ആവശ്യമായി വന്നേക്കാം. പ്രണയബന്ധത്തിൽ പുതിയ ചില ചുവടുവയ്പ്പുകൾ ഉണ്ടായി വരുന്നതാണ്. മറ്റുള്ളവരുടെ ബാധ്യതകൾ തലയിലേറ്റി വയ്ക്കാൻ അതുമൂലം പ്രയാസം അനുഭവപ്പെടാൻ സാധ്യതയുള്ള കാലയളവായതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ മേടിക്കാനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. മെയ് മാസത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കാട്ടുന്ന അലംഭാവം പഴി കേൾക്കുന്നതിന് കാരണമായേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരിക്കാൻ പറ്റുന്നതാണ്. ഉപരിപഠനത്തിന് വിവിധ മേഖലകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ദീർഘകാലമായിട്ടുണ്ടായിരുന്ന രോഗത്തിന് ശാന്തി വരുത്തുന്ന ചില കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട്. ജൂൺ മാസത്തിൽ പുതിയ കരാറുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്. കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും. ചിട്ടി, ലോണ് മുതലായവ ലഭ്യമാകാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. പുതിയ വീട് മുതലായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും ഈ കാലയളവ് ഗുണകരമായി കാണുന്നുണ്ട്. ജൂലൈ മാസത്തിൽ ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്നത് മൂലം കുടുംബത്തിനകത്ത് നിന്ന് പഴി കേൾക്കേണ്ടതായി വന്നേക്കാം. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന കാലയളവായിരിക്കും ഇത്. വസ്തു വാങ്ങാനും വിൽക്കാനും ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ്. നേട്ടത്തെ കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ചില മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചില തിരിച്ചടികൾ ഉണ്ടായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ സമയത്തുള്ള പ്ലാനിങ്ങൾ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് മാസത്തിൽ അനാവശ്യമായിട്ടുള്ള ചെലവ് ഉണ്ടായി വരാം. ആവശ്യമില്ലാത്ത ചില വസ്തുക്കൾ മേടിച്ച് ധനം നഷ്ടപ്പെടുത്തിയേക്കാം.
ദീർഘകാലമായിട്ട് അകന്നു നിന്ന ബന്ധുജനങ്ങളുമായി കണ്ടുമുട്ടാനും അവരുമായി കുറച്ച് സമയം സല്ലപിക്കാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. മാസാവസാനം പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്. സെപ്റ്റംബർ മാസത്തിൽ പ്രണയകാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശി ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. പുസ്തകരചന, പബ്ലിഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും. കാട് പിടിച്ചിട്ടുള്ള സ്ഥലത്തിലൂടെയുള്ള സഞ്ചാരം പരമാവധി ഈ ഒരു കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ്. യാത്രകളിൽ അലച്ചിലുണ്ടായി വരാൻ സാധ്യതയുള്ള കാലയളവായിരിക്കും. ഒക്ടോബർ മാസത്തിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. പകുതിയിൽ മുടങ്ങിക്കിടന്ന കെട്ടിട നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയും. ആരോഗ്യപരമായിട്ടുള്ള ചില ചുവടുവയ്പ്പുകൾ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. ക്ഷേത്ര സന്ദർശനം നടത്താനുള്ള യോഗമുണ്ട്. മനസ്സിന് ആഹ്ലാദം നൽകുന്ന ചില അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. നവംബർ മാസത്തിൽ തിരികെ കിട്ടുകയില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ വന്നു ചേരുന്നതാണ്. വാഗ്ദാന ലംഘനം നടത്തി സ്വയം ചെറുതാവാതിരിക്കാൻ ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടായി വരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുന്ന കാലയളവാണ്. അത് നേരിയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കും. ഡിസംബർ മാസത്തിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റെടുത്ത പദ്ധതികളെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തികത്തെ ശ്രദ്ധിക്കാതെയുള്ള വാങ്ങലുകൾ കടബാധ്യത വർദ്ധിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. മാതൃപിതൃ ജനങ്ങളുമായിട്ട് നേരിയ തർക്കങ്ങൾക്ക് കാരണമുണ്ട്. പുതിയ സംരംഭകർക്ക് ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. 2026 ചതയം നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് 2026 കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാനും ലൈഫിൽ ക്വാളിറ്റി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയുന്നതാണ്. ഈ കാലയളവിൽ വിപരീതമായിട്ടുള്ള ഗുണങ്ങളെ നശിപ്പിക്കാനും നേർവഴിക്കുള്ള ഊർജത്തെ വർദ്ധിപ്പിക്കാനുമുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയുന്നു. ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാരയും പിൻവിളക്കം കഴിപ്പിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും തുളസിയിലകൾ കൊണ്ട് അർച്ചന കഴിപ്പിക്കുക. ഉഗ്ര നരസിംഹ യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. നിത്യവും പ്രഭാതത്തിൽ ഗായത്രി മന്ത്രം ജപിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മാസത്തിൽ ഒരിക്കൽ അരയാൽ പ്രദക്ഷിണം നടത്തുക മുതലായവ ഗുണകരമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.